ഹായ് ഹലോ, ഞാൻ ഇന്ന് 6:30 ആയപ്പോഴത്തേക്ക് കാക്കനാട് ചന്തപ്പേ നല്ല ഫ്രഷ് മത്തി കൊല്ലനാട്ടിൽ ചാളയെന്ന് പറയും കിട്ടിയായിരുന്നു. ഞാൻ കറിയൊക്കെ വെച്ചിട്ട് കഴിച്ചതിന് ശേഷമാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ക്ഷീണമൊക്കെ കാണും എൻ്റെ വോയിസിൽ, കാരണം വയറ് നിറച്ച് കഴിച്ചിട്ട് കിടക്കുവാണ്. അപ്പോൾ ഞാനിത് മേടിച്ചുകൊണ്ട് വന്നിട്ട് കണ്ടിക്കാനിരുന്നപ്പോൾ അമ്മയുടെ ഒരു ഡയലോഗ് എന്തായിരിക്കും, ഞങ്ങളുടെ നാട്ടിൽ ഈ മത്തിയൊക്കെ നല്ല തൊലി ഉരിച്ചിട്ടാണ് വെക്കുന്നത്, പക്ഷെ അമ്മ അങ്ങനെ വെക്കത്തില്ല, അമ്മ മീൻ കൂട്ടത്തതുമില്ല. അതുകൊണ്ട് അമ്മയുടെ ഡയലോഗ് പറയുന്നതെന്ന് വെച്ചാൽ അമ്മയുടെ അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനൊന്നും ഒന്നാമതേ കണ്ടിച്ച് നല്ല ക്ലീനാക്കി വെച്ചിട്ട് പിന്നെ ഇനി തൊലിയൊക്കെ കുറിച്ച് എന്തിനാണ് മീൻ ചീത്തയാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. എനിക്കറിയാവുന്നതിലേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്ക് ഇങ്ങനെ അറിയത്തുള്ളൂ. പിന്നെ ഒരു 5 എടുത്തിട്ട് ഞാൻ പൊരിക്കാൻ വേണ്ടി വെച്ചു. താണ്ടേ ഇത് കാശ്മീരി ചില്ലി പൗഡർ. ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ചീര ഉണ്ടല്ലോ, എൻ്റെ വീട്ടിൽ ഞാൻ നട്ട ചീരയാണ്. ഞാനത് രാവിലെ പീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, ഇത്രയാണ് എൻ്റെ ചേരുവകൾ. സിമ്പിൾ കറിയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് മുളക് കറി വയ്ക്കുന്നത് കേട്ടോ. ഒരു സിമ്പിളായിട്ട് വയ്ക്കും, നമുക്ക് എല്ലാവർക്കും എളുപ്പമായിട്ട് വയ്ക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. വലിയ സംഭവമൊന്നുമല്ല. എന്ന് വെച്ചാൽ കുറച്ച് എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, തക്കാളി ഇടുക. തക്കാളി ഒന്ന് നല്ല രീതിയിൽ വഴറ്റി വരുമ്പോൾ അതിനകത്ത് പുളി എടുത്തിടുക. പുളി മറ്റേ വടക്കംപുളിയാണ് ഇട്ടേക്കുന്നത്. ആ വടക്കംപുളി ഇട്ട് അത് നല്ല രീതിയിലൊന്ന് ഒരു ചെറിയൊരു ഇതായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട്, ഇവിടെ ഫ്രഷ് കറിവേപ്പിലാണ്, ഇവിടെ ഒഴിപ്പിച്ച് കൊണ്ടുവന്ന കറിവേപ്പില, അത് ഇട്ട് കൊടുത്ത് ഈ ചേരുവകളെല്ലാം കൂടെ ഉണ്ടല്ലോ ഇതിനകത്ത് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റി വരുമ്പോൾ ഈ ചേരുവകളെല്ലാം കൂടെ എടുത്തങ്ങ് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഒരു ഇച്ചിരി ഇഞ്ചി ഉണ്ടെങ്കിൽ ചേർക്കാൻ, വേണമെങ്കിൽ വേണ്ട, അത് നിങ്ങളുടെ ഓപ്ഷൻ പോലെ ഇരിക്കും. എൻ്റെ ഓപ്ഷനിൽ എനിക്ക് അത് വേണം കേട്ടോ, എനിക്ക് ഇഞ്ചി നിർബന്ധം. വെളുത്തുള്ളി വേണമെങ്കിലും ആഡ് ചെയ്യാം, പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് ഇഞ്ചി മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ചേരുവകളെല്ലാം ഞാൻ എടുത്തങ്ങ് തട്ടിയും കൊടുക്കുക. ഇതെല്ലാം തട്ടി കൊടുത്തിട്ട് നല്ല രീതിയിൽ വഴറ്റും. അപ്പോൾ ഒരു കരിഞ്ഞ സ്മെല്ല് വരുന്നതിന് മുമ്പ് നമ്മൾ വെള്ളവും ഒഴിക്കണം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അത് കുറുക്കി ഒന്നും കൂടെ അങ്ങ് തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഗ്ലാസ് വെള്ളം വീണ്ടും അങ്ങ് ഒഴിക്കുക. ഒഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് നല്ല രീതിയിൽ അങ്ങ് തിള വരും. നല്ല രീതിയിൽ തിള വരുമ്പോഴത്തേക്ക് നമ്മളെന്തോ ചെയ്യണം, നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മത്തി എല്ലാം കൂടെ ഇതിനകത്തെടുത്തങ്ങ് ഇടണം. ഇതിനകത്തിട്ടിട്ട് ഇപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുവരെ ഞാൻ ഒരുപാട് തീ ഇട്ടില്ലായിരുന്നു. എങ്കിൽ ഒരുപാട് സിമ്മിലുമല്ല, എങ്കിൽ ഒരുപാട് ഇതിലുമല്ല, അങ്ങനെ മീഡിയം വെച്ചു. ഇനി അങ്ങോട്ട് സിമ്മ് മാറ്റി വെച്ചിട്ട് നല്ല ഫുള്ളങ്ങ് വെച്ചേക്കുവാണ്. തീ ഹൈ സ്പീഡിൽ വെച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു. അതവിടെ അതിൻ്റെ വഴിക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചേരുവകളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ അതവിടെ പൊരിക്കാൻ വെച്ചു. അപ്പോഴത്തേക്ക് നല്ല തിള വന്ന് പിന്നെ വീണ്ടും സിമ്മിലാക്കി.